നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഫലമുണ്ടായി. അഞ്ചൽ കുളത്തൂപ്പുഴ മലയോര ഹൈവേയുടെ വശങ്ങളിൽ അപകടകരമായ വിധത്തിൽ വളർന്നു നിന്ന മരങ്ങൾ അധികൃതർ മുറിച്ചു നീക്കി തുടങ്ങി. ഏതാനും ദിവസം മുമ്പ് മഴയത്ത് 11-ാം മൈലിൽ പാതയോരത്ത് നിന്ന മരം കടപുഴകി റോഡിൽ പതിക്കുകയും ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും സമീപത്തെ പുരയിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ് കുളത്തൂപ്പുഴ പോലീസും ഫയർഫോഴ്സും എത്തി റോഡിൽ നിന്നും മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഒന്നടങ്കം ശക്തമായ പ്രതിഷേധവുമായി എത്തുകയും പോലീസുമായി ഉന്തും തള്ളും നടത്തുകയും ചെയ്തിരുന്നു. ഇവിടെ മരം വീണുണ്ടാകുന്ന അപകടങ്ങൾ സ്ഥിരമാണെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെയും ഗ്രാമപഞ്ചായത്തിനെയും അറിയിച്ചിട്ടും പരിഹാരമുണ്ടായില്ലെന്നും അതിനാൽ പാതയോരത്ത് നാട്ടുകാരുടെ ജീവനും സ്വത്തിനും അപകട ഭീഷണിയിലുള്ള എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റാതെ തങ്ങൾ റോഡിൽ വീണ് കിടക്കുന്ന മരം മുറിച്ചു മാറ്റാൻ അനുവദിക്കുകയില്ലെന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു നാട്ടുകാർ. ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം ജനപ്രതിനിധികളും പോലീസും പൊതുമരാമത്ത് പഞ്ചായത്ത് അധികൃതരും MLA-യുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുകയും മഴ മാറിയാൽ ഉടൻ തന്നെ റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടിയുണ്ടാകുമെന്ന് തീരുമാനിക്കുകയുണ്ടായി. പ്രസ്തുത തീരുമാനപ്രകാരമാണ് ഇപ്പോൾ മരം മുറിക്കൽ നടപടി ആരംഭിച്ചിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലയോര ഹൈവേയിൽ മരം വീണതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രതിഷേധ സമരം ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് നടത്തിയിരുന്നു. അന്ന് പല ഭാഗത്തു നിന്നും വിമർശനങ്ങളും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അനുകൂലിച്ചും ഒക്കെ ഒരുപാട് പേര് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായ ആ പ്രതിഷേധത്തിൻ്റെ ഒറ്റ ഫലമാണ് ഇന്ന് മലയോര ഹൈവേയുടെ ഭാഗമായി നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു നിൽക്കാൻ പിറ്റേന്ന് തന്നെ PWD തീരുമാനമെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയും മഴ മൂലം ഇത്രയും ദിവസം താമസിക്കുകയും ഇന്ന് തൊട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതുമാണ്. കഴിഞ്ഞ ദിവസം ചന്ദനക്കാവിലെ ഒരു മരം മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ കൊടുത്ത് വർഷങ്ങളായി കടന്ന മരം പോലും ഇതിൻ്റെ ഭാഗമായി സമരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുറിച്ചു. ബാക്കിയുള്ള മരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തൊട്ട് മുറിച്ചു തുടങ്ങുകയാണ്. അപ്പം PWDയും സർക്കാരും ഇതേപോലെ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കുകയുള്ളൂ. അതിനോടുകൂടി സഹകരിച്ച എല്ലാവർക്കും ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം ഇതിനോടുകൂടി നിന്നു. അതിനെല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇനിയൊരു മരം വീണ ഒരു അപകടവും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സമരവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്കറിയാം, ഒരു മരം ഇവിടെ വീണ് കഴിഞ്ഞാൽ ഫയർഫോഴ്സ് കടക്കിൽ നിന്ന് പുല്ലൂരിൽ നിന്ന് ഓടിയെത്തണമെങ്കിൽ ഒരുപക്ഷെ 1 മണിക്കൂർ 1.5 മണിക്കൂറാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്രയും നേരം റോഡ് ബ്ലോക്ക് ആവുന്നു. ഇത് ഏതെങ്കിലും വണ്ടിയുടെ മണ്ടയിലോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മണ്ടയിലൊക്കെ വീണ് ലൈൻ പൊട്ടുന്നു, പോസ്റ്റുകൾ ഒടിയുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ ഇതേപോലുള്ള ശാശ്വത പരിഹാരം മുൻകൂട്ടി മരം വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് മുറിച്ച് മാറ്റിയേ പറ്റൂ. അപ്പോൾ അത് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് തവണ പറഞ്ഞു, പേപ്പറുകൾ കൊടുത്തു, ഒക്കെ ചെയ്തിട്ടും ഇതൊന്നും ചെയ്യാൻ അധികാരികൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവസാനമായി കഴിഞ്ഞ ദിവസം കാറ്റത്ത് വീണ മരം നമ്മൾ മുറിച്ചു മാറ്റുന്നതിൽ ഒരു തീരുമാനമായിട്ടേ മുറിച്ചു മാറ്റാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിലനിന്നപ്പോൾ പോലീസ് ഉൾപ്പെടെ ഇടപെട്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ചെറിയ വഴക്കിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് ഈ മരങ്ങൾ മുറിക്കാൻ പെട്ടെന്ന് അടിയന്തരമായി തന്നെ മുറിക്കാൻ MLA ഇടപെട്ടു. MLA-യുടെ PA വന്നു, PWD-കാർ വന്ന് എല്ലാവരും കൂടെ ഇടപെട്ട് ഇത് ആ സമരത്തിന്റെ ബേസിൽ തന്നെയാണ് ഇത് മുറിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ നാട്ടുകാർ അഭിനന്ദിച്ചു. ഈ അപകടം അന്ന് മഴയുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു സ്കൂൾ വണ്ടി ഇതുവഴി കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ 3:30 മണി സമയത്ത് സ്കൂൾ വിടുന്ന സമയമായിരുന്നു. അതേ കണക്കിന് ഒരു ബൈക്കുകാരനും ഒരു കാറുകാരനും വന്ന് അവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്നിട്ട് ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ ഇപ്പോഴെങ്കിലും ഇത് മുറിക്കാനുള്ളൊരു താല്പര്യം അധികൃതർ കാണിച്ചതിനോട് ഇനി ഒരുപാട് അപകടങ്ങൾ വന്നതിന് ശേഷം മാത്രം കണ്ണു തുറക്കാതെ ഇപ്പോഴെങ്കിലും ഇത് കണ്ണു തുറന്ന് അന്നത്തെ ആ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇത് ഇപ്പോഴൊക്കെ ഒരുപാട് വട്ടം ഈ മരത്തിനൊക്കെ നമ്പറിട്ട് പോയത്. എന്ന് വെച്ചാൽ ഇത് ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ വന്ന് ഒരു മരം മുറിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, സാറേ ഇത് ഭയങ്കര അപകടത്തിൽ നിൽക്കുന്ന മരങ്ങളാണ്, ഇത് വേണ്ട. ഇതിന് ശേഷം ഇത് അല്ലാതെ തന്നെ ഒരു 2-3 മരങ്ങൾ ഇവിടെ ഒടിഞ്ഞു കൂടെ അന്ന് ഞങ്ങൾ നാട്ടുകാർ ഇടപെട്ട് മുറിച്ച് മാറ്റി ഗതാഗതം യോഗ്യമാക്കുമായിരുന്നു. ഇപ്പോഴെങ്കിലും ഇതിനൊരു സന്നദ്ധത കാണിച്ചതിൽ സന്തോഷമെന്നേ നാട്ടുകാരെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ജില്ലാ വിഷൻ കുളത്തൂപ്പുഴ. ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി. ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം? അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എങ്കിലിതാ 31 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്ത് 31 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ, ബാങ്ക് ലോൺ, പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikodu. Contact 94472 44659
89218 37847. Your dream, our priority. Together, we build the heart of your family's future.